നിങ്ങളുടെ സാധാരണ ടി വിയെ നിങ്ങൾക്ക് സ്മാർട്ടാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഈ ഡിവൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവ് പ്ലസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ടി വി, സാധാരണ LCD, LED അതുപോലെയുള്ള ടി വികൾ എങ്ങനെ സ്മാർട്ട് ടി വികളാക്കാം എന്നതിനെ പറ്റിയാണ്. ഈ സ്മാർട്ട് ടി വികളാക്കുക എന്ന് ഉദ്ദേശിച്ചത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടി വികളെല്ലാം തന്നെ ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമല്ല മുൻപിറങ്ങിയിട്ടുള്ള LCD, LED ടി വികളിൽ. അപ്പോൾ ഈ ഗൂഗിൾ ആപ്ലിക്കേഷൻ അതുപോലെ OTT പ്ലാറ്റ്ഫോമുകളിൽ നമ്മളിപ്പം ഫിലിമുകളെല്ലാം റിലീസാവുന്നുണ്ട്. ഈ ആകുന്ന സിനിമകളൊക്കെ നമ്മുടെ വീടുകളിൽ സാധാരണ LCD അല്ലെ LED ടി വികളിൽ എങ്ങനെ ലഭ്യമാക്കാം, അതിന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഡിവൈസ് മേടിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീടുകളിൽ നമ്മളുടെ മൊബൈലിൽ ഒരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പിക്ചറുകൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളുടെ ടി വിയിൽ കാണാൻ നമ്മളുടെ ടി വിനെ സ്മാർട്ടാക്കുക അല്ലെ ഗൂഗിൾ ടി വി ആക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ ഡിവൈസ് ഇതാണ്. ഈ ഡിവൈസ് ഇതൊരു കൺവേർട്ടഡ് ബോക്സാണ്. ഈ ബോക്സ് നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഡിവൈസ് നമ്മുടെ ടി വി ആയിട്ടോ ലാപ്ടോപ്പായിട്ടോ എന്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വൈഫൈ വഴി കണക്ഷൻ ഉണ്ട്. ഈ വൈഫൈ വഴി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ ടി വിയിൽ സാധാരണ ടി വി പ്രോഗ്രാംസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് കണക്ട് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് OTT പ്ലാറ്റ്ഫോമിലുള്ള സിനിമകൾ, യൂട്യൂബുകൾ അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ, ഗൂഗിൾ സെർച്ചുകൾ എല്ലാം തന്നെ ഇതൊരു ഗൂഗിൾ ടി വി ആയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി. അതിനൊക്കെ വലിയ വിലകളാണ് നമ്മൾ കടകളിൽ കൊടുത്ത് അത്തരം ടി വികൾ വാങ്ങിക്കുമ്പോൾ ആവുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടി വിനെ നമുക്ക് സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ഗൂഗിൾ ടി വി ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ ഡിവൈസ് നമ്മൾ ഷോപ്പുകളിൽ നിന്ന് മേടിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, ഇതിന് ഏകദേശം 500 രൂപയെ നമുക്ക് ഷോപ്പിൽ വിലയാകുന്നുള്ളൂ. ഓൺലൈനിലും നമുക്കിത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് കൺവേർട്ടഡ് ബോക്സ് എന്നാണ്. ഇത് maxi.com എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇത് ഈ ഡിവൈസ് നമുക്ക് വാങ്ങിക്കുമ്പോൾ നമുക്കിതിനോടുകൂടി ഒരു HDMI കേബിളുണ്ട്. നമ്മളുടെ ടി വിയിൽ എല്ലാ ടി വിയിലും സാധാരണ LCD, LED ഇതുപോലെയുള്ള ടി വികളിൽ നമുക്ക് തീർച്ചയായിട്ടും HDMI കണക്ടറുണ്ട്. ഈ HDMI കണക്ടർ ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഡിവൈസിലെ ഒരു പ്രോഗ്രാമുകൾ നമുക്ക് നെറ്റ് കണക്ട് ചെയ്താൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിച്ച നമ്മുടെ മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോറുകൾ ഉള്ള ഇതൊരു ആൻഡ്രോയിഡ് വേർഷനാണ്. ആൻഡ്രോയിഡ് 13 ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കൺവേർട്ടായിട്ട് നമ്മളുടെ പ്രോഗ്രാംസിനെ, ഇൻ്റർനെറ്റിനെ, യൂട്യൂബിനെ എല്ലാം തന്നെ കൺവേർട്ട് ചെയ്ത് നമ്മളുടെ ടി വിയിലേക്ക് ആപ്ലിക്കേഷൻ മുഖാന്തരം കണക്ഷൻ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ അതുപോലെ ഉള്ള നെറ്റ്ഫ്ലിക്സ് ഇതുപോലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് നമ്മുടെ ടി വിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ആൻഡ്രോയിഡ് വേർഷനിൽപ്പെട്ട ഒരു കൺവേർട്ടറാണ്. നമുക്ക് 2 GB റാം ഉണ്ട്. നമുക്കിതിൽ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ഒരു 3 പോർട്ട് USB കണക്ഷനുണ്ട്. ഒരു HDMI കണക്ടറുണ്ട്. അതുപോലെ തന്നെ ഇത് വൈഫൈ കണക്ട് ചെയ്യാം. ഈ വൈഫൈ കണക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉള്ള ഉപകാരം, നമ്മൾ വീട്ടിൽ ഇൻ്റർനെറ്റ്, നമ്മൾ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയാൽ നമുക്കിത് ഇൻ്റർനെറ്റ് ഇതിൽ അവൈലബിൾ ആണ്. വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യാം. ആ രീതിയിൽ നമുക്കിത് കണക്ഷൻ ഇതിൽ കണക്ട് ചെയ്താൽ നമ്മളുടെ ടി വിയിലെ ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഗൂഗിൾ ടി വി പോലെ ടി വി വർക്ക് ചെയ്യാം. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്നും നമുക്ക് കണക്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് ഈ ഡിവൈസ് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഈ ഡിവൈസ്. ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററുണ്ട്, ഒരു HDMI കേബിളുണ്ട്. HDMI കേബിള്
സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 2 പോർട്ടും ഇതിൽ ഒരു പോർട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ HDMI പോർട്ട് ടി വിയിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ടി വിനെ ഗൂഗിൾ ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. HDMI പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടി വിയിലും HDMI പോർട്ടുണ്ട്. ടി വിയിൽ നമ്മൾ റിമോട്ട് വഴി HDMI ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇതിലെ പ്രോഗ്രാമിലൂടെ ആയിരിക്കും പിന്നെ ടി വി വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. നമുക്ക് റിമോട്ട് വഴി എല്ലാ ഓപ്പറേഷനും ഇതിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഇതൊരു കൺവേർട്ടർ ആയിട്ട് നിന്ന് നമ്മുടെ ടി വിനെ സ്മാർട്ടാക്കി തരുന്നതാണ്, ഒരു ഗൂഗിൾ ടി വി ആക്കി തരുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ള ബാക്കി എൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളതുകൊണ്ട് വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ കൺവേർട്ടർ ബോക്സ് M625 മാക്സ്കോം ടി വി ബോക്സ്. ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ കണക്റ്റഡ് പോയിൻറ്റുകൾ എങ്ങനെയാണ്, ഇതിൻ്റെ പോർട്ടുകൾ ഏതെല്ലാമാണ്, അതുപോലെ ഇത് ടി വിയിൽ കണക്റ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് ടി വിയിൽ ഫങ്ഷൻ കിട്ടുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ കണക്ഷൻ പോയിൻറ്റിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന പോയിൻറ്റുകളിൽ ഇതിനൊരു പവർ സപ്ലൈ കണക്ഷനുണ്ട്. പവർ സപ്ലൈ 5 വോൾട്ടിൻ്റെ ഒരു എലിമിനേറ്ററാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ചാർജർ പോലെ വളരെ വോൾട്ട് കുറഞ്ഞ ഒരു എലിമിനേഷൻ കണക്ഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. എലിമിനേറ്ററാണ് അതിൻ്റെ ഒരു പവർ സപ്ലൈ യൂണിറ്റ്. അതുപോലെ തന്നെ ഇതിൽ ലാൻഡ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വീടുകളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ, നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ലാൻ കേബിള് നമുക്ക് ഈ പോർട്ടിൽ കണക്ട് ചെയ്യാം. ഈ പോർട്ടിൽ കണക്ട് ചെയ്യുന്ന ലാൻഡ് ലൈൻ വഴി നമുക്കിതിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് ഈ ഡിവൈസ് മുഖാന്തരം ടി വിയിൽ പ്രോഗ്രാംസ് കിട്ടുന്നതാണ്. അതുമാത്രമല്ല ഇതിന് വൈഫൈയും ഉണ്ട്. വൈഫൈ മുഖാന്തരവും നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ വീടുകളിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഏത് തന്നെ ആയാലും ആ കണക്ഷൻ മുഖാന്തരം ഇപ്പം നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എയർടെല്ലുണ്ട്, അതുപോലെ കേരള വിഷൻസിൻ്റെ കണക്ഷന്, റെയിൽവേയുടെ കണക്ഷൻസ്, അതുപോലെ തന്നെ നമുക്ക് BSNLൻ്റെ കണക്ഷൻ, അത് ഏത് തന്നെ ആയാലും അതിൽ നമുക്ക് ഒരു ഡിവൈസ് വരുന്നുണ്ട്. ആ ഡിവൈസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് അതിൽ വൈഫൈ ഉണ്ട്. അത് ഈ വൈഫൈ ആയിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് തമ്മിൽ വൈഫൈ കണക്ഷൻ ആകാം, അല്ലെങ്കിൽ കേബിൾ മുഖാന്തരം നെറ്റ്വർക്ക് കേബിൾ മുഖാന്തരം നമുക്കിതിൽ ലാൻഡ് ലൈനും കണക്ട് ചെയ്യാം. അടുത്ത പോയിൻ്റാണ് മെയിൻ പോയിൻ്റ്. ഇതാണ് HDMI പോയിൻ്റ്, ഹൈ ഡെഫിനിഷൻ മീഡിയ ഇൻ്റർഫേസ് കേബിളുകൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് ഈ കണക്ഷൻ നമ്മുടെ ടി വിയിൽ LCD LED ടി വികൾ, ഏറ്റവും പഴയ ടി വികളിൽ ആ കണക്ഷൻ ഇല്ല. CRT 2 വെച്ചിട്ടുള്ള പഴയ ടി വികളിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ വരുന്നില്ല. ഇപ്പോഴത്തെ ടി വികളിൽ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ടി വികളിലുള്ള ചേഞ്ചസിൽ വന്നിരിക്കുന്ന ടി വിയാണ് LED LCD. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ ടി വി, സ്മാർട്ട് ടി വികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള LCD LED ടി വികളിൽ നമുക്ക് എല്ലാ ടി വികളിലും HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോർട്ട് നമ്മളുടെ ടി വി റിമോട്ടിൽ HDMI 1, HDMI 2 എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഡിവൈസിലെ HDMI പോർട്ടും അതുപോലെ ടി വിയിലുള്ള HDMIയും സെലക്ട് ചെയ്താൽ ഇതിലെ കൺവേർട്ടറിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും ടി വിയിലോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പോർട്ട്, ഈ ടി വിയിലുള്ള ഈ HDMI പോർട്ടിലാണ് നമ്മൾ HDMI കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് ഓഡിയോ അഡാപ്റ്ററുകളാണ്. ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഓഡിയോ സിസ്റ്റം കണക്ട് ചെയ്യാം. ഇതൊരു പെൻഡ്രൈവ് പോർട്ടാണ്. ഈ പെൻഡ്രൈവ് പോർട്ടും നമുക്ക് പെൻഡ്രൈവ്സ് കണക്ട് ചെയ്യണം. അതുമാത്രമല്ല ഇതിൽ നിരവധിയായ പെൻഡ്രൈവുകൾ, ഒരു 3-4 ടൈപ്പ് പെൻഡ്രൈവുകൾ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ സ്റ്റോറേജ് ഡിവൈസ് അത്രത്തോളം കപ്പാസിറ്റി ഇതിന് കൊടുത്തിരിക്കുന്നത് 2 GB ഇൻറ്റേർണലായിട്ട് 2 GB ആണുള്ളത്. അതിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജുകളായിട്ട് പെൻഡ്രൈവുകൾ ഇതിൽ കണക്ട് ചെയ്തിടാം. നമുക്ക് ഏത് സമയത്തും പ്രോഗ്രാംസ് കാണത്തക്ക രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലെ മെമ്മറി കാർഡും ഇതിൽ മെമ്മറി സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറിയിലുള്ള ഫങ്ഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ടി വിയിൽ നമുക്ക് ഈസിയായി കണക്ട് ചെയ്യേണ്ട പോർട്ടുകളാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ ഒരു
ബ്ലൂ കളറുള്ള ലൈറ്റ് തെളിയും, അതാണ് ഓൺ ആകുന്നതെന്നുള്ള ഒരു ഫങ്ഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് ഫങ്ഷൻസിൽ റിമോട്ട് ടി വിയിലെ വോളിയം കൺട്രോൾ ചെയ്യാം, ആപ്പ് സെലക്ട് ചെയ്യാം. ഇതൊരു മൗസ് പോയിൻ്ററാണ്. ഈ മൗസ് പോയിൻ്റർ നമുക്ക് സെലക്ട് ചെയ്താൽ മൗസായിട്ട് എല്ലാം നമുക്ക് ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ മൗസായിട്ടും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇനി ടി വിയിലുള്ള കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോഗ്രാംസ് ലഭിക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഡിവൈസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസ് ഓൺ ചെയ്തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ബ്ലൂ കളർ ലൈറ്റാണ് തെളിഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്, HDMI കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ടി വി ആയിട്ട് കണക്ട് ചെയ്തു. ഇതാണ് ടി വിയിൽ. അപ്പോൾ ടി വിയിൽ ഓൺ ആക്കുമ്പോൾ തന്നെ ടി വിയുടെ ഫങ്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. MO ബോക്സ് മേക്ക് യുവർ ലൈഫ് കളർഫുൾ, അതാണ് ആദ്യം തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. ഈ ഡിസ്പ്ലേയിൽ നിന്നാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ടി വിയിൽ ഞാൻ HDMI സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ HDMI സെലക്ഷനിൽ നിന്ന് ഇപ്പം ഈ കൺവേർട്ടർ ബോക്സ് വഴിയുള്ള ആപ്ലിക്കേഷൻസാണ് ഇനി ടി വിയിലേക്ക് മൂവ് ആയി തുടങ്ങുന്നത്. ഇപ്പം നമ്മളുടെ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ഡിവൈസ് ഓൺ ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഈ റിമോട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷൻസ് സെലക്ട് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പോർട്ടിലേക്ക് ചെന്നാൽ അതിൻ്റെ സെലക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടി വിയിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ബ്രൗസർ ആപ്ലിക്കേഷൻസ്, അതുപോലെ ഫയൽ മാനേജർ, അതുപോലെ തന്നെ MX പ്ലെയർ, ഇതാണ് യൂട്യൂബ്, പ്ലേ സ്റ്റോറ്, നെറ്റ്ഫ്ലിക്സ്. അതുപോലെ തന്നെ നമുക്ക് തന്നെ സെറ്റിങ്സിൽ ചെന്നാൽ അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഒരു വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ VLC പ്ലെയറുകൾ, ആമസോൺ പ്രൈമുകൾ, ഗാലറി പിക്ചറുകളൊക്കെ ആണെങ്കിൽ, അതുപോലെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, KD പ്ലെയർ. നമ്മളുടെ ഇത് വളരെ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസാണ്. ഇതിൽ ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മീഡിയ സെൻറ്റർ, വൈഫൈ കണക്ട് ചെയ്യാവുന്ന ഏരിയകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റംസ്, നമ്മൾ ഇതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കുകൾ ഇതിൽ ആഡ് ചെയ്തിടാം. അത് ഓട്ടോമാറ്റിക്കലി ഇത് പ്ലേ ആയിക്കോളും. അതുപോലെ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ സെറ്റിങ്സിലും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്. വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്കിംഗ് സിസ്റ്റം, ഡിസ്പ്ലേ സിസ്റ്റം, സൗണ്ട്, ആപ്ലിക്കേഷൻസ്, നമുക്ക് മൗസ് പോയിൻ്ററായിട്ടും ഇതിനെ ഉപയോഗിക്കാം. ഇതിലൊരു മൗസ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഈ മൗസ് പോയിൻ്റ് നമുക്ക് മൗസ് പോലെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഈ ആരോ മാർക്ക് പോലെ നമുക്ക് ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന, കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന മൗസ് പോയിൻ്റർ പോലെയും ഇത് വർക്ക് ചെയ്യും. സ്റ്റോറേജ്, അതുപോലെ ലാംഗ്വേജ്, കീബോർഡ്, ഇതിൽ കീബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് നമുക്ക് വരുന്നതാണ്. കറണ്ട് കീബോർഡ് ഏതാണോ അതിൻ്റെ കോൺഫിഗറേഷൻ, ഏത് ലാംഗ്വേജാണ് സെലക്ട് ചെയ്യേണ്ടത്, എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കീബോർഡ് ഏതാണോ വേണ്ടത് ആ ലാംഗ്വേജ് നമുക്കിതിൽ സെലക്ട് ചെയ്യാം. റിമോട്ട് ഫങ്ഷൻ, ലൊക്കേഷൻ മാപ്പ് ചെയ്യാം, സെക്യൂരിറ്റി, ഗൂഗിൾ, നമ്മളുടെ ഏതാണോ ഗൂഗിൾ ഐഡികൾ ഏതാണോ അതെല്ലാം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിടാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പ്ലേ സ്റ്റോർ വഴി നമുക്ക് പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്ന ഇതിലൂടെ നമുക്ക് ടി വിയിലുള്ള ഏതാണോ ടി വിയുടെ ഇതിലുള്ള ആപ്ലിക്കേഷൻസ്, ആ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. എല്ലാ പ്ലേ സ്റ്റോറിൽ മൊബൈലിൽ കിട്ടുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ നമുക്ക് വരുന്നതായിരിക്കും. ഇതെല്ലാം ഈ കൺവേർട്ട് മുഖാന്തരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കൺവേർട്ട് മുഖാന്തരം ആണ് ഇപ്പോൾ ടി വി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ടി വി ഒരു ഗൂഗിൾ ടി വി പോലെ എല്ലാ ഫങ്ഷൻസും ഇതിൽ കിട്ടുന്നതാണ്. നമുക്ക് ഇതിൽ OTT പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസുകളെല്ലാം തന്നെ ഇതിൽ കാണുന്നതാണ്. അതുപോലെ മെമ്മറി ഡിവൈസിന് മെമ്മറി ഡിവൈസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ മെമ്മറി ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. മെമ്മറിയിൽ ഇപ്പോഴത്തെ കണ്ടോ ഇതിൽ കൊടുത്തിരിക്കുന്ന മൂവീസുകൾ നമുക്ക് മൂവി പ്ലേ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് പ്ലേ ബിഗിനിങ് ഏത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആ ഫിലിം നമുക്കിതിൽ തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്.
ഇത്തരത്തിൽ നമുക്ക് ഉള്ള ഡിവൈസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നത്. ഫയൽ മാനേജറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽ മാനേജറിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ പെൻ ഡ്രൈവ്, സ്റ്റോറേജ് ഡിവൈസ്, ഏതെങ്കിലും എക്സ്ട്രാ പെൻ ഡ്രൈവുകൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിൽ നമുക്ക് സ്റ്റോറേജായിട്ട് നമുക്ക് സ്റ്റോറേജ് ഡിവൈസും കാണിക്കുന്നതാണ്. ഇതുപോലെ വളരെയധികം ഹെൽപ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണിത്. ഇത് നിങ്ങൾക്ക് മേടിച്ച് നിങ്ങളുടെ ടി വിയെ കണക്ട് ചെയ്താൽ നിങ്ങളുടെ ടി വിയിൽ OTT പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ടി വിയിലുള്ള എല്ലാ പിക്ചറുകളും നിങ്ങളുടെ സാധാരണ ടി വിയെ നിങ്ങൾക്ക് സ്മാർട്ടാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങളാണ്. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ കൺവേർട്ടർ ബോക്സ് TV ബോക്സാണ്. അത് max.com എന്ന് പറയുന്നതാണ്. അതിൻ്റെ പേര് M625 ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത മൊബൈൽ ഷോപ്പുകളിൽ 500 രൂപ ഇതിന് വില വരുന്നുള്ളൂ. അപ്പം ഇതുപോലെ ഒരു പെൻ ഡ്രൈവ് ഉണ്ട്. പെൻ ഡ്രൈവിൽ എന്ത് വീഡിയോ കോപ്പി ചെയ്താലും നമുക്കത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതിൽ പെൻ ഡ്രൈവ് 3 പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോഗ്രാമും ടി വിയിൽ വാച്ച് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് വീഡിയോസും ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാനും സാധിക്കും. നമ്മുടെ ടി വിനെ സ്മാർട്ടാക്കാം, അല്ല ഗൂഗിൾ TV ആക്കാൻ ഈ 500 രൂപയും കൊണ്ടുള്ള പ്രോഡക്റ്റിന് വളരെ ഈസിയായി സാധിക്കും. അപ്പം ഞാൻ ഈ കാണിച്ച വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചത്. നിങ്ങളുടെ ഹെൽപ്ഫുള്ളാവുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ ലൈഫ് പ്ലസിൻ്റെ തുടർന്നുള്ള എപ്പിസോഡിലും വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു.